Hello everyone, welcome back to my channel. Today we are exploring one of the hidden gems of Maharashtra, the Ganapati Ghadat Caves. ഇതൊരു അഡ്വഞ്ചറസ് ക്ലൈംബാണ്, ഈസി ടു മോഡറേറ്റ് കൈൻഡ് ഓഫ് ട്രക്ക്. മുകളിലെത്തി നമുക്ക് പഴയ കേവിൻ്റെ മനോഹരമായൊരു വ്യൂ കിട്ടും. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ചെറിയൊരു വെള്ളച്ചാട്ടവും കാണാൻ കഴിയും. നമ്മൾ കല്യാണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. 63 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഡിസ്റ്റൻസ്. ഗൂഗിൾ ഇമേജസിൽ കണ്ട പോലെ തന്നെ വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. ബദ്ലാപൂർ വഴിയായിരുന്നു പോയത്. അവിടെ റെയിൽവേ സ്റ്റേഷൻ ഏരിയ കഴിഞ്ഞപ്പോൾ മനോഹരമായ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തൊരു ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയാണ്. നല്ല മൊരിഞ്ഞ വടയും ചമ്മന്തിയും ഒരു ഗ്ലാസ് ചായയും, ആഹാ കുശാൽ. ബൈക്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് കയറി. Take the next left toward Rameshwari Road, Rosary School Road, then turn. ഡെക്കാത്തിലോൺ നിന്ന് വാങ്ങിച്ച് ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു, അതെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മഴക്കാലമായതിനാൽ റെയിൻകോട്ട് കൂടി കയ്യിൽ വേണമല്ലോ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റും 1 ലിറ്റർ വെള്ളവുമായിരുന്നു ബാഗിലുണ്ടായിരുന്നത്. ഗ്ലൂക്കോസ് പൊടിയും ഈനോ സൊല്യൂഷനും കൂടി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. 1 വർഷത്തിന് ശേഷം പോകുന്ന ട്രക്കായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മുർബാദ് എന്ന സ്ഥലത്ത് ദസായി വില്ലേജിലാണ് ഈ കേവ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മുംബൈയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററും കല്യാണിൽ നിന്ന് 63 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ഇല്ലാതെ ഇവിടെ എത്തിപ്പെടുക വളരെ പ്രയാസകരമാണ്. കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ അവിടുന്ന് ഷെയർഡ് ജീപ്പോ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിളോ സോണാവെയിലേക്കോ ടോക്കാവെയിലേക്കോ ഹയർ ചെയ്യേണ്ടി വരും. ഗ്രാമം കയറിക്കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് വളരെയധികം കുറവാണ്. വളരെ വിളരമായി ട്രക്കുകളോ കാറുകളോ പോയാലായി. അതുകൊണ്ട് തന്നെ റൈഡിങ് നല്ല രസമായിരുന്നു. ചുറ്റും പാടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും ഒക്കെ ആയിരുന്നു. ഇത്തക്കാരുടെ ഉപജീവന മാർഗം മിക്കവാറും കൃഷിയും കന്നുകാലി വളർത്തലൊക്കെ ആയിരിക്കണം. ഗ്രാമത്തിൽ കയറിക്കഴിഞ്ഞപ്പോൾ പ്രധാനമായി 2 ജംഗ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു ജംഗ്ഷനിൽ വെച്ച് കുറച്ച് പഴങ്ങൾ വാങ്ങിച്ചു. ട്രക്കിംഗ് പോയിന്റിൽ കടകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേവ് ട്രക്കിംഗ് പോയിന്റ് എത്താറായപ്പോൾ ആൾക്കാരോടൊക്കെ ചോദിച്ചായിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിരുന്നത്. ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് കിട്ടാത്തതിനാൽ മാപ്പ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഗ്രാമങ്ങളിലൊക്കെ ഹിന്ദിയേക്കാളേറെ ആൾക്കാർ സംസാരിച്ചിരുന്നത് മറാത്തി ഭാഷയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ വഴി ചോദിച്ചത് മറാത്തിയിൽ തന്നെയായിരുന്നു. ഇവിടെയാണ് ട്രെക്കിംഗ് പോയിന്റ്. ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇതൊരു അംഗനവാടിയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തത്. സോൺവേൽ എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ഞങ്ങളല്ലാതെ ഇവിടെ വേറെ ആരും ട്രെക്കിങ്ങിനായിട്ട് ഉണ്ടായിരുന്നില്ല. ഏകദേശം 1.5-2 മണിക്കൂർ ട്രെക്ക് ഉണ്ടെന്നായിരുന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. പക്ഷെ 10:15 ട്രെക്ക് ആരംഭിച്ച് ഞങ്ങൾ മുകളിലെത്തിയത് 1:30-ക്കായിരുന്നു. കാണുന്നതായിരുന്നു താഴെ നിന്നുള്ള വ്യൂ. ഇടയ്ക്കിടയ്ക്ക് നിർത്തി വളരെ ആസ്വദിച്ചായിരുന്നു ഞങ്ങൾ ട്രെക്ക് ചെയ്തത്. ആദ്യമൊക്കെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അധികം ടൂറിസ്റ്റേഴ്സോ വേറെ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആസ്വദിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ പാറയിലെ പായലിൽ പഴുതി ഞാൻ ചെറുതായൊന്ന് വീണു. ഷൂവിന് നല്ല ഗ്രിപ്പുണ്ടായിരിക്കും എന്ന് കരുതി നടന്നതാണ്. പക്ഷേ ചെറിയ പായലായിട്ട് പോലെ തെന്നി വീണു. ഡെക്കാത്തിലോൺ നിന്ന് വാങ്ങിച്ച ഷൂ ആണ്. പക്ഷേ ഇത് മഴക്കാലത്തൊട്ട് സ്യൂട്ടബിൾ അല്ലെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. നോക്ക്, ഇവിടുത്തെ വ്യൂ കണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നെന്നോ. അരുവിയുടെ ശബ്ദവും ചെറിയ കാറ്റും ഇവിടുത്തെ ചെറിയ വെള്ളത്തിലെ ജീവികളും എല്ലാം നോക്കിയിരുന്ന സമയം പോകുന്നത് അറിയേയില്ല. കാണുന്ന ടോപ്പിലേക്കാണ് ഞങ്ങൾക്ക് എത്തുന്നത്. ഇടയ്ക്ക് നമ്മൾക്ക് വഴി തെറ്റി. ആരോ നടന്നുപോയ വഴിയിലെ അടയാളങ്ങൾ ഫോളോ ചെയ്താണ് ഞങ്ങളും നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഉണ്ടടാ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ബോധം വന്നത് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണെന്ന്. ആ കാണുന്ന മലയിലാണ് എത്തേണ്ടത്. പക്ഷെ ഞങ്ങൾ നടന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം ഓരോ സ്ഥലത്ത് മാറി റേഞ്ചുള്ള സ്ഥലത്ത് നോക്കിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഡയറക്ഷനിൽ തന്നെ നടന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയും സ്ലോപ്പായിരുന്നു. 2 കൈയും 2 കാലും ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കേവിൻ്റെ അടുത്ത് എത്താനായി. പക്ഷെ ഇനിയാണ് ടാസ്ക്. കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള വഴിയാണ് ഇനിയുള്ളത്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും കാണേണ്ടതാണ്.
കുറേ കഷ്ടപ്പെട്ട് ട്രെക്ക് ചെയ്ത് ഏറ്റവും മുകളിലെത്തിയ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ, അത്രയും ഓടിക്കയറിയല്ലോ എന്ന് കാണുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു ആശ്വാസം, അതൊക്കെയാണ് വൈബ്. ഒരാൾക്ക് നടക്കാൻ മാത്രം ഉള്ള വഴിയാണിത്. ശ്രദ്ധ ഒന്ന് പാളിപ്പോയാൽ താഴെ എത്തും. ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ഇത് റിസ്ക് ആയിരിക്കും. ഹരിഹർ ഫോർട്ടിലേതുപോലെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഇത് കയറണമെങ്കിൽ കൈയും ഇത് മുഴുവൻ കേവ്സിൽ ആരോ കൊത്തിയെടുത്തുണ്ടാക്കിയതാണെന്ന് തോന്നിപ്പോയി. ഇതിൻ്റെ മുകൾ ഭാഗവും പാറയുടെ കഷ്ണം തന്നെയാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് ലൈറ്റ് വരുന്നതുകൊണ്ട് എടുത്ത ഫോട്ടോസൊന്നും അത്ര ഭംഗിയുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ അതൊരു ഒന്നൊന്നര വ്യൂ തന്നെയാണ്. ബുദ്ധിസ്റ്റ് എറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു കേവാണ് ഇതെന്നാണ് പറയുന്നത്. പിന്നീട് ഇവിടെ ആരോ ഗണപതിയുടെ വിഗ്രഹം വെച്ച് പ്രാർത്ഥനയും തുടങ്ങി. അതോടുകൂടിയാണ് ഇതിന് ഗണപതി ഗഡർ എന്ന പേര് വന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് മുറികൾ പോലെ ഗുഹകളുണ്ട്. ധ്യാനത്തിനും മറ്റും വേണ്ടി പണ്ട് ആരെങ്കിലും നിർമ്മിച്ചതാവണം. നമ്മളുടെ കൂടെ തന്നെ വേറൊരു ഫാമിലി മുകളിലേക്ക് കയറിയിരുന്നു. അവർ നമുക്ക് കഴിക്കാൻ തന്നതാണിത്, ബാക്രിയും ചമ്മന്തിയും. വളരെ ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് അപ്പോഴത്തെ വിശപ്പിന് താൽക്കാലികമായൊരു ആശ്വാസമുണ്ടായി. ആ കാണുന്ന വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ചാണ് പിന്നീട് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഒരു 3 മണി ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചിറങ്ങി. ടൂറിസ്റ്റേഴ്സൊക്കെ കുറഞ്ഞ പ്ലേസ് ആയതുകൊണ്ട് തന്നെ പോവാൻ ആഗ്രഹിക്കുന്നവർ ഗ്രൂപ്പായിട്ട് തന്നെ പോകും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്